അത് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഞാനിപ്പോഴേ അവിചാരിതമായ അഷ്റഫ്ജിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അഷ്റഫ്ജിയാണിപ്പോൾ നമ്മുടെ ജയൻ അഷ്റഫ് ഉണ്ടല്ലോ, അദ്ദേഹമാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ മഹാബലിനെ നമ്മൾ കണ്ടത് ലൈറ്റ് ആയിന്ന് മാത്രമല്ല, ഇരുട്ടായിന് കുറച്ച് ഇരുട്ടായിണ്ടെന്ന് മാത്രം. ഇപ്പോൾ ആള് മഹാബലി ആയിട്ടാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പ്രോഗ്രാമിൽ കണ്ടിരുന്നു, തൃശ്ശൂർ നമ്മുടെ ക്രൗൺ ടവറിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് നിങ്ങൾ നയിക്കുന്ന പ്രോഗ്രാം എന്നാണ് അഷ്റഫ്ജി നയിക്കുന്ന ജയൻ. നമ്മുടെ തൃശ്ശൂർ ടൗണില് പ്രജകള് ഒരുപാട് അധികം ഉണ്ട്. അതുകൊണ്ട് ആ പ്രജകൾക്കൊക്കെ ഇന്ന് എല്ലാവർക്കും പായസം കൊടുക്കണ്ടല്ലേ? അടപ്രഥമം കൊടുക്കണ്ട്. തികയാണ്ട് വന്നു പ്രജകൾക്ക് അടുത്ത കൊല്ലം എന്തായാലും ഗംഭീര മനസ്സിലാക്കിയിരിക്കും, നോം മനസ്സിലാക്കിയിരിക്കും. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ അടിച്ചു പൊളിക്കാം. പക്ഷേ നല്ല രീതിയിൽ വിഷമമുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വിശദീകരിച്ച് തരേണ്ട. എൻ്റെ പ്രജകൾ എനിക്ക് പറഞ്ഞു തന്നു ഇന്നമാതിരി കേരളത്തിലുണ്ടായിട്ടുണ്ടെന്നുള്ളത്. എന്തായാലും അത് എല്ലാവരും അതറിഞ്ഞ് ആഘോഷിക്കുക. എന്തായാലും ഓണം നിങ്ങൾ ആരും ഉപേക്ഷിക്കരുത്, കാരണം എനിക്ക് വരാൻ പറ്റില്ല, നിങ്ങൾ ആഘോഷിച്ചില്ലെങ്കിൽ. എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ. രാജാവല്ല, ചക്രവർത്തിയാണ്. ഓക്കെ, അഷ്റഫ്ജിയുടെ വണ്ടിയാണത്. പായസം ആളിന്ന് അടപ്രഥമനാണ് സപ്ലൈ ചെയ്യുന്നത്. അടപ്രഥമൻ കഴിഞ്ഞിരിക്കുകയാണ്. അഷ്റഫ്ജി കഴിഞ്ഞില്ലേ? കംപ്ലീറ്റ് വിറ്റ് കഴിഞ്ഞില്ലേ? പായസം കംപ്ലീറ്റ് കഴിഞ്ഞു. തികയാണ്ട് വന്നു അല്ലേ? തൃശ്ശൂർ ടൗണിൽ രാവിലെ എപ്പോൾ തുടങ്ങി? രാവിലെ അല്ല, ഒരു മണി സമയത്ത്. 1 മണിയാണ്. കാരണം പ്രജകളെല്ലാം നല്ല സന്തോഷമാണ്. സന്തോഷമായില്ല? എല്ലാവർക്കും സന്തോഷമായി.